നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർ നോളജ് ആൻഡ് പ്രീഡെസ്റ്റിനേഷൻ, മുൻ അറിവ് മുൻ നിർണയം എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം രക്ഷാ പദ്ധതി ഒരുക്കി. അത് പ്രീ ഡെസ്റ്റൈൻഡാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവരെ തൻ്റെ പരമാധികാരത്തിൽ ഒരുക്കിയിട്ടില്ല. അവരുടെ തിരഞ്ഞെടുപ്പ്, അവരുടെ പ്രതികരണം ഇവയെ മനസ്സിലാക്കി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരെ ഡെസ്റ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം പുത്രൻ ഭൂമിയിൽ വരണം, നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിക്കണം എന്നത് തൻ്റെ പരമാധികാരത്തിൻ്റെ തീരുമാനമാണ്. എന്നാൽ എനിക്ക് ഇച്ഛാശക്തി തന്നിട്ടുള്ളത് കൊണ്ട്, എൻ്റെ ഇച്ഛയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, വാല്യൂ ചെയ്തുകൊണ്ട്, അത് കർത്താവിനൊരു മാറ്റർ ആയിരിക്കുന്നത് കൊണ്ട് അതിനെ അവഗണിക്കാതെ, അതിനെ വയലേറ്റ് ചെയ്യാതെ, അതിനെ അംഗീകരിച്ചുകൊണ്ട് ആ നമ്മുടെ ഇച്ഛയിൽ നാം എടുക്കുന്ന തീരുമാനത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ നമ്മളെ മുൻ നിയമിച്ചിട്ടുണ്ട്. ഇനി ദൈവം കുറെ പേര് രക്ഷിക്കപ്പെടണം എന്നത് തൻ്റെ സോവറൻ വില്ലിൽ, പരമാധികാരത്തിൽ താൻ തീർപ്പ് കൽപ്പിച്ചുവെങ്കിൽ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മക്കളെ കിട്ടത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി, എന്നിൽ രക്ഷാകരമായി വ്യാപരിച്ച ദൈവകൃപയുടെ ഫലമായി ഞാൻ എൻ്റെ പരമാർത്ഥതയിൽ നിന്നും സുവിശേഷത്തോട് പ്രതികരിക്കുമ്പോഴാണ് ഞാൻ തീർച്ചയായും ഒരു ദൈവ പൈതലായി അവനെ സ്നേഹിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ. അത്യധികമായിട്ട് ദൈവത്തിന് സോവറൻ വില്ലുകൊണ്ട്, ദൈവത്തിന് ഒരു ധാർമ്മിക വില്ലിന് മലയാളം എന്ന് പറഞ്ഞാൽ ഒരു മോറൽ വില്ലുമുണ്ട്. മോറൽ വില്ലിനോട് നമുക്ക് എതിർക്കാം. ദൈവം എനിക്ക് തന്ന വില്ലുകൊണ്ട്, ഇച്ഛ കൊണ്ട്, ദൈവത്തിൻ്റെ ധാർമ്മിക ഇച്ഛയെ അവഗണിക്കുകയോ എതിർക്കുകയോ ചെയ്യുവാനുള്ള അവകാശമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സോവറൻ വില്ലിനെ നമുക്ക് എതിർക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പല തലത്തിലുള്ള വില്ലുകളെ കുറിച്ച് പിന്നീട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ദൈവം മുൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഏത് നിലയിൽ സുവിശേഷത്തോട് പ്രതികരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് തന്റെ മുൻ നിയമനമെന്ന് നമ്മൾ ചിന്തിക്കരുത്. സമയക്കുറവുകൊണ്ട് നമുക്ക് ആ പഠിച്ച വാക്യങ്ങൾ വീണ്ടും വായിക്കേണ്ട. ഇനി അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇതുപോലൊരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വേദഭാഗം അവിടെയുണ്ട്. പൗലോസിൻ്റെയൊക്കെ മിഷണറി യാത്രയിൽ നടന്ന ഒരു സംഭവം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് കൊരിന്തിൽ പൗലോസ് എത്തിയപ്പോഴുള്ള, അദ്ദേഹം വിട്ട് കൊരിന്തിൽ ചെന്ന് അവിടെ നടന്ന കാര്യം. അപ്പം ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പൗലോസിനോട് പറയാം. അപ്പം നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാം, ദൈവം കുറെ പേരെ ഈ പട്ടണത്തിൽ മുന്നമേ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് രക്ഷിക്കപ്പെടാൻ. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കുറെ പേര് ആ പട്ടണത്തിൽ രക്ഷിക്കപ്പെടണം എന്നത് കർത്താവ് തീരുമാനിച്ചു വെച്ചിട്ടില്ല. പക്ഷേ കുറെ പേര് ആ പട്ടണത്തിൽ വിശ്വസിക്കും എന്നത് കർത്താവിന് മുന്നറിയാം. അതുകൊണ്ട് അവരെ കർത്താവ് മുൻനിർണയിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഈ തലയ്ക്കകത്തുനിന്ന് ആ കാര്യം മാറിയെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഈ പട്ടണത്തിൽ കുറെ പേരെ ആരോടും ചോദിക്കാതെ, ആരുടെയും കാര്യം പരിഗണിക്കാതെ, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ അവരെ ഇവിടെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ഈ പട്ടണത്തിൽ കുറെ പേരെ. അങ്ങനെയല്ല. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? 11-ാമത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാവും. 11-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അവൻ ഒരാണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചു. കർത്താവിന് കുറെ പേര് അവിടെ ഉണ്ടെങ്കിൽ അവരങ്ങ് രക്ഷിക്കപ്പെട്ടോളുമല്ലോ. ദൈവം ലോകസ്ഥാപന മുമ്പ് കുറെ പേരെ തന്റെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുത്ത് വെച്ചെങ്കിൽ അവരെ രക്ഷിക്കപ്പെട്ടോളും. പക്ഷെ അവർ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പൗലോസ് അവിടെ 1.5 വർഷം താമസിച്ച് പ്രസംഗിച്ച് ദൈവവചനം പഠിപ്പിച്ച് അത് കേട്ട് വിശ്വസിച്ച് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവിനെ അവര് സ്വീകരിച്ചപ്പോൾ ദൈവം ഓൾറെഡി മുന്നമേ കണ്ട, ആ പട്ടണത്തിൽ തന്നെ വിശ്വസിക്കാൻ പോകുന്നവരെ മുന്നമേ കണ്ട, അവരെ മുൻ നിർണയിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവിന് ഇങ്ങനെ പറയാൻ കഴിയും, ഈ പട്ടണത്തിൽ എനിക്ക്
പലരും ഉണ്ട്. അപ്പം പലരും ഉണ്ട് എന്നത് ദൈവത്തിന്റെ സോവറിൻ വില്ലിലെടുത്ത തീരുമാനമല്ല, തന്റെ മുൻ അറിവിൽ അവിടെ വിശ്വസിക്കാൻ പോകുന്നവരെ കണ്ടിട്ട് കർത്താവ് പൗലോസിനോട് പറയുകയാണ്. പക്ഷെ പൗലോസിന്റെ അറിയത്തിൽ അത് ആരാണെന്ന്, സുവിശേഷം പ്രസംഗിക്കപ്പെടണം, അവരുടെ വീടുകളിൽ എത്തണം, അല്ലെ അവർ മീറ്റിങ്ങിന് വരണം, അവർ ഹൃദയം തുറക്കണം, അവർ പ്രതികരിക്കണം. ഇതെല്ലാം കർത്താവ് മുന്നമേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ആ പട്ടണത്തിൽ ചെന്ന് പറയുകയാണ്, ഇവിടെ എനിക്ക് വളരെ ജനമുണ്ട്. അതുകൊണ്ട് പ്രീ ഡെസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻ ചെയ്ത് കുറെ പേരെ വെച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ ഈ നിലയിൽ ഡെസ്റ്റൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഡെസ്റ്റിനേഷൻ എന്നതിന് 2 തരം വ്യാഖ്യാനമുണ്ട്. ഒന്ന്, അവൻ നമ്മളുടെ അവസ്ഥ, ആ കണ്ടീഷനാണ് പ്രീ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഒരു ഉദാഹരണമുണ്ട്. ഞാനത് പറയാം. നീ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച് പാസ്സായാൽ പിക്നിക്കിന് കൊണ്ടുപോകാം. അപ്പൊ പിക്നിക്ക് എന്നത് ഡെസ്റ്റൈൻഡാണ്. പക്ഷെ നീ പഠിക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇവിടെ നന്നായി പഠിക്കുക എന്നത് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടില്ല. നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് പോകാനുള്ള സ്ഥലം ഊട്ടി. അപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിലെത്തും എന്ന് കർത്താവ് മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. ഓക്കെ, അങ്ങനൊരു വ്യാഖ്യാനവും വലിയ അപകടമുള്ള വ്യാഖ്യാനമല്ല, അത് ശരിയാണ്. ഒരാൾ വിശ്വസിച്ചാൽ എവിടെ എത്തണമെന്നുള്ള അവന്റെ ഡെസ്റ്റിനേഷൻ, ആ സ്ഥലം, ആ എൻഡ് പോയിന്റ് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിത്യത, കർത്താവിനോടൊപ്പമുള്ള വാസം, പുതിയ ആകാശവും പുതിയ ഭൂമി, ഇതെല്ലാം ഡെസ്റ്റിൻഡ് അല്ലേ, ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന, ദൈവം തന്റെ സോവറൻ വില്ലിൽ തീരുമാനിച്ചിരിക്കുന്ന. അപ്പം ഒരാൾ കർത്താവിനോട് പ്രതികരിക്കുമ്പോൾ അവന്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കപ്പെട്ടു. നീ പഠിച്ചാൽ നിനക്ക് പിക്നിക്ക് ഊട്ടി. ഇപ്പൊ ഊട്ടി ഡെസ്റ്റിൻ ഉണ്ടാകും നീ പഠിച്ച് പാസ്സായാൽ. അപ്പം പഠിക്കുക എന്നത് ഡെസ്റ്റിൻഡ് അല്ല, ഊട്ടി തീരുമാനിച്ചിരിക്കുന്ന. വിശ്വസിക്കുക എന്നത് ദൈവം തീരുമാനിച്ചു വെച്ചില്ല. വിശ്വസിക്കുന്നെങ്കിൽ നീ നീതീകരിക്കപ്പെട്ടും തേജസ്കരിക്കപ്പെട്ടും മഹത്വീകരിക്കപ്പെട്ടും ഇരിക്കും. ഡെസ്റ്റിനേഷൻ, അവസ്ഥ ഡെസ്റ്റിൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ, ഓക്കെ, ഒരു സ്കൂളിൽ ടീച്ചർ പറയുകയാണ് 80% മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുന്ന പ്രിവിലേജ്, അത് ഡെസ്റ്റൈൻ ചെയ്തിരിക്കുക. പക്ഷെ 80% വാങ്ങിക്കുക എന്നത് ഡെസ്റ്റൈൻ ചെയ്തിട്ടില്ല. അതിലെ 25 കുട്ടികൾക്ക് 80% കൂടുതൽ മാർക്ക് കിട്ടി. അപ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടി. അപ്പം ഈ ടീച്ചർക്ക് ആരൊക്കെയാണ് 80% വാങ്ങിക്കുന്നതെന്ന് അറിയില്ല. അത് ദൈവമാണെങ്കിൽ ദൈവം ഭൂമിയിലേക്ക് നോക്കിയിട്ട് ആർക്കൊക്കെ 80% മാർക്ക് കിട്ടും എന്ന് അവൻ മുന്നമേ അറിയരുതോ? അങ്ങനെ അറിഞ്ഞവർക്ക് അവൻ സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള പദ്ധതി ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ടൈമിൽ അവര് അത് ചെയ്ത് വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ അവർക്ക് ആ സ്കോളർഷിപ്പ് കിട്ടുകയാണ്. അപ്പോൾ ഒരവസ്ഥ ഡെസ്റ്റൈൻ ചെയ്തു. അപ്പോൾ സ്കോളർഷിപ്പ് എന്നത് മുന്നമേ ഉള്ള ഡെസ്റ്റിനി അവർക്ക് ലഭിക്കാൻ പോകുന്നു, അത് പ്രീ ഓർഡൈൻഡ്. പക്ഷെ 80% ആരൊക്കെ മാർക്ക് വാങ്ങിക്കുമെന്നുള്ളത് ആ ഓരോ കുട്ടിയുടെയും വ്യക്തിപരമായ തീരുമാനം, അവരുടെ പഠിത്തം, അവരുടെ കമ്മിറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു. അപ്പം ഒരു പ്രത്യേക സ്ഥലം ഡെസ്റ്റൈൻ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥ ഡെസ്റ്റൈൻ ചെയ്യപ്പെട്ടു. നമ്മൾ ഒരു ലെറ്റർ, ആ ലെറ്റർ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു, ഒരു അഡ്രസ് ഇല്ല, അതെങ്ങും പോകത്തില്ല. എന്നാൽ അതിലൊരു അഡ്രസ് എഴുതിയാൽ അതിൽ ഡെസ്റ്റിനേഷൻ നിയമിക്കപ്പെട്ടു കഴിഞ്ഞു, അതിന്റെ ഫൈനൽ പോയിന്റ് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു, അത് ആ ഫൈനൽ സ്ഥലത്തെത്തിയിരിക്കും. എന്നതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന അവസ്ഥ ഡെസ്റ്റൈൻ ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന വാക്ക് വേണം വ്യാഖ്യാനിക്കാൻ. അതാണ് നമ്മൾ. പക്ഷേ അവിടെ അവസ്ഥ മാത്രമല്ല പ്രീ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നത്, വ്യക്തിയെയും പ്രീ ഡെസ്റ്റൈൻ ചെയ്തിട്ടുണ്ട്, മുന്നറിഞ്ഞവരെ. അപ്പം മുന്നറിഞ്ഞവർ എന്ന ആ വ്യക്തിയെയും ഡെസ്റ്റൈൻ ചെയ്തു. നിങ്ങൾ ഓൾറെഡി കർത്താവിനാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു, ചൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പേഴ്സൺ, അവസ്ഥ മാത്രമല്ല, സ്ഥലം മാത്രമല്ല, ആ വ്യക്തിയും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും വേദോസം ഒരുപോലെ പഠിപ്പിക്കുന്ന. അതുകൊണ്ട് മുന്നറിഞ്ഞവരെ അവൻ അനേക പുത്രന്മാർക്ക് സദൃശൻ അനുരൂപനാകേണ്ടതിന് മുൻ നിയമിച്ചു. മുന്നറിഞ്ഞവരെ, ആ വ്യക്തിയാണ്, പേഴ്സണാണ്, അവരുടെ അവസ്ഥയല്ല.
അതിന് താഴെയാണ് തേജസ്കരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. അത് അവസ്ഥ. അപ്പം ഡെസ്റ്റിനേഷൻ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. അതിൽ ഏതാണ് കൂടുതൽ അക്യുറേറ്റ് എന്നുള്ളത് ഓരോരുത്തരും ഊന്നി പറയുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ, ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ. ഓക്കെ, ഇനിയും 2 തിമോത്തിയോസിന്റെ 1:9 നാം ഇതിനു മുമ്പ് വായിച്ചതാ, വീണ്ടും അത് റീഇൻറ്റർപ്രറ്റ് ചെയ്യുകയാണ്. 2 തിമോത്തിയോസ് 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും എന്ന് പറഞ്ഞ് തന്റെ സ്വന്തം നിർണയത്തിന് കൃപയ്ക്ക് ഒത്തവണ്ണം അത്ര. ഇത് നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. അപ്പൊ കർത്താവ് ഓൾറെഡി കുറെ പേരെ ഡെസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക, ഓൾറെഡി ചൂസ് ചെയ്തിരിക്കുക, ഓൾറെഡി നിർണയിച്ചു വെച്ചിരിക്കുക. പക്ഷേ നമ്മൾ അതേ തീമോത്യോസിന്റെ ലേഖനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരയും വെളിപ്പെടുത്തുകയും ചെയ്ത രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ. അപ്പം അപ്പൊ അവിടെ സുവിശേഷം എന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സുവിശേഷത്തിലൂടെയാണ് ദൈവം ഇത് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഞാൻ ഉദ്ദേശിച്ച വാക്ക് അതല്ല, 2:10. അതുകൊണ്ട് അപ്പോൾ കുറെ പേർ ഓൾറെഡി മുൻ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന ആ വാക്യം പൗലോസ് എഴുതിയ ആ 1:10 കഴിഞ്ഞിട്ട് 2:10 വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. രക്ഷ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്. അപ്പോൾ ഓൾറെഡി അവരെ നിർണയിച്ച് ലോകസ്ഥാപനം മുമ്പ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ രക്ഷ അവർക്ക് കിട്ടേണ്ടതിന് അവർക്കായിട്ട് അധ്വാനിക്കേണ്ടത് എന്താ? അപ്പൊ പൗലോസിനറിയാം ഈ സഭയിലുള്ള കുറെ പേർ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ മുൻനിർണയത്തിലാണ്. കാരണം അവർ ആരൊക്കെയാണ് കർത്താവിന്റെ സുവിശേഷത്തോട് പ്രതികരിക്കുന്ന അറിയാം. ആ മുന്നറിവിൽ കർത്താവ് അവരെ നിർണയിച്ചിരിക്കുന്നു. അത് മറ്റു വചനങ്ങളിലൂടെ നമുക്ക് ആ മുൻനിർണയം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് അതിനി ആവർത്തിക്കണ്ട. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, തക്ക സമയത്ത് ദൈവം അവരെ കൊണ്ടുവരുമെന്നല്ല. അവർക്ക് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടാൻ ഞാൻ അധ്വാനിക്കുന്നു. അപ്പോൾ ആ രക്ഷ അവർക്ക് കിട്ടുന്നത് ഓൾറെഡി അറിഞ്ഞു എന്ന കാരണത്താലല്ല, അവർ വിശ്വസിക്കുന്നു എന്ന കാരണത്താലാണ്. അതിനുവേണ്ടി പ്രസംഗിക്കപ്പെടണം, വിശ്വസിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും, അയക്കാതെ എങ്ങനെ പ്രസംഗിക്കപ്പെടും, നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ആ പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് മുന്നമേ അറിഞ്ഞു കർത്താവ്. നിങ്ങളുടെ ഇച്ഛ കൊണ്ട് എടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ ഔട്ട്കം കർത്താവ് ഓൾറെഡി കണ്ടിട്ട് ആ കണ്ട ഔട്ട്കം നിർണയിച്ചിരിക്കുക. ഇവൻ രക്ഷിക്കപ്പെട്ടു. ഇനി നമുക്ക് ഏറ്റവും അധികം ആൾക്കാർ വിവാദപരമായി ചിന്തിക്കുന്ന ഒരു വാക്യത്തിലേക്ക് പോവാം. അപ്പോസ്തലപ്രവൃത്തി 13:48. അതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് കാൽവിനിസ്റ്റ് ചിന്താഗതിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. 13:48. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ ആസ്മനിയാസ് വേർ ഓർഡൈൻ ടു എറ്റേണൽ ലൈഫ് ബിലീവ്ഡ്. അപ്പോൾ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർക്കേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ നിത്യജീവനായി കുറെ പേരെ നിയമിച്ചു വെച്ചിരിക്കുന്നു. ഒരു വശത്ത് നിത്യജീവനായിട്ട് കുറെ പേരെ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ സോഴ്സ് അവരുടെ വ്യക്തിപരമായ വിശ്വാസമാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം എടുത്തതല്ലെന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. കുറച്ചുപേരെ കർത്താവ് നിയമിച്ചിട്ടുണ്ട്. അതെ, ആ നിയമനത്തിന്റെ പിന്നിലെ പ്രേരക ഘടകം തന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇന്നാരും എന്നതല്ല. അവർ എങ്ങനെ സുവിശേഷത്തെ സ്വീകരിക്കും, അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ തള്ളിക്കളയാതെ അതിനെ ഈൽഡ് ചെയ്യും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവൻ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിത്യജീവനായി കുറെ പേരെ വെറുതെ അങ്ങ് നിയമിച്ചു വെച്ചിരിക്കുകയല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? നമുക്കതിന്റെ മുകളിലുള്ള വാക്യങ്ങളോ താഴെയുള്ള വാക്യങ്ങളോ വായിച്ചാൽ മനസ്സിലാവും. ഇത് യഹൂദന്മാരോട് സുവിശേഷം പറഞ്ഞിട്ട്
അവർ തള്ളിക്കളയുമ്പോൾ കർത്താവ് പൗലോസ് പറയുന്നതാണ്. അതിൻ്റെ 38 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ആ ക്രിസ്തു മൂലം നിങ്ങളോട് ഞങ്ങൾ പാപമോചനം അറിയിക്കുന്നു. അപ്പൊ പാപമോചനം പ്രസംഗിക്കപ്പെടണം. അടുത്തത്, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വസിച്ച് നീതീകരിക്കപ്പെടണം. വിശ്വാസം, പാപമോചനം എന്ന പ്രസംഗം, അവർ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുക, ഇതെല്ലാം അവരുടെ ഉത്തരവാദിത്തം. കുറെ പേരെ നിയമിച്ചു വെച്ചു, അതുകൊണ്ട് അവരെ എങ്ങനെയാലും രക്ഷിക്കപ്പെടും അല്ല. പാപമോചനം പ്രസംഗിക്കപ്പെടുന്നു, വിശ്വസിക്കുന്നു, നീതീകരിക്കപ്പെടുന്നു. ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തിയാ? ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തിയല്ല, മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള. മനുഷ്യൻ പ്രസംഗിക്കുന്നു, മനുഷ്യർ വിശ്വസിക്കുന്നു, മനുഷ്യർ ദൈവം അവനെ നീതീകരിക്കുന്നു. അപ്പോൾ കുറെ പേരെ നിയമിച്ചു എന്നത് ഈ ഒരു കാഴ്ചയിലാണ് നാം കാണേണ്ടത്. മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയെ, മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഈ യഹൂദന്മാരോടാണ് അവൻ ദൈവവചനം പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിച്ചിട്ട് അവർ അവനെ തള്ളിക്കളഞ്ഞു. യഹൂദന്മാരായ പുരുഷാരം 45 പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി, യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. 46 ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത്, പൗലോസ് അപ്പോൾ അവരോട് തിരിച്ചു പറയാം, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ദൈവവചനം ഞങ്ങൾ തന്നു. ആദ്യം നിങ്ങളോടാണ് പറയേണ്ടത്. നിങ്ങളോട് ഞങ്ങൾ ദൈവവചനം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്നറിയാവോ? നിങ്ങൾ അതിനെ അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിത്യജീവൻ അയോഗ്യരാക്കി. അപ്പൊ ദൈവം കുറെ പേരെ നിത്യജീവനിലേക്കും കുറെ പേരെ നരകത്തിലേക്കും നിയമിച്ചിരിക്കുന്നു എന്ന വാദം ഇവിടെ പൊളിയാണ്. ഇവിടെ ആരാണ് നിത്യജീവൻ അയോഗ്യരായത്? ഈ യഹൂദന്മാർ. അതിന് കാരണം എന്താ? ദൈവം അവരെ നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അവര് അയോഗ്യരായ നല്ലല്ലോ പൗലോസ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ തള്ളിക്കളഞ്ഞ് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി. അപ്പം കർത്താവ് ആരെയും നരകത്തിലേക്ക് ഇടുന്നില്ല, അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ തള്ളിക്കളഞ്ഞ് നിത്യജീവന് അവകാശികളാകാതെ വണ്ണം അയോഗ്യരായില്ല. അങ്ങനെയാണെങ്കിൽ 48 കുറെ പേർ നിത്യജീവന് നിയമിക്കപ്പെട്ടതു എന്ത് കാരണത്താലാ? അവർ സ്വീകരിച്ചു എന്ന കാരണത്താലാ. അതുകൊണ്ട് നാം ഈ ഭാഗം ഇങ്ങനെ വായിക്കണം. ഇവിടെ ദൈവത്തിന്റെ ഒരു സോവറിൻ, പരമാധികാരത്തിലുള്ള സോവറിൻ എലക്ഷനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവരുടെ തള്ളിപ്പറച്ചിലും അവരുടെ കൈക്കൊള്ളലുമാണ് അവരെ നിത്യജീവന് അയോഗ്യരാക്കുന്നത്, യോഗ്യരാക്കുന്നത്. അവർ തള്ളിക്കളഞ്ഞു, അവർ വചനം കൈക്കൊണ്ടില്ല, നിങ്ങൾ തള്ളി. അപ്പം അവരുടെ തള്ളിക്കളൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷനാണ് അവരെ അയോഗ്യരാക്കിയത്. അപ്പം രക്ഷിക്കപ്പെടുക എന്നത് മനുഷ്യന്റെ ഒരു യോഗ്യതയെ നോക്കാതെ ദൈവം തന്റെ പരമാധികാരത്തിൽ ചെയ്യുകയും നരകത്തിലേക്ക് ഇടുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ കുറവുകളെ നോക്കിയിട്ടുമാണ് എന്ന് പഠിപ്പിക്കുന്നത് തെറ്റാ. രണ്ടും കണ്ടീഷനിലാണ്. രക്ഷിക്കപ്പെടുന്നത് കണ്ടീഷനില്ല, രക്ഷ ദാനമാണ്, അൺകണ്ടീഷനില്ല. പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ദൈവം കണ്ടീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. നരകത്തിലേക്ക് പോകുന്നതും അങ്ങനെയാണ്, വിശ്വസിക്കായികയാൽ, തള്ളിക്കളഞ്ഞതിനാൽ. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, വിശ്വസിക്കുന്നതിനാൽ, സ്വീകരിച്ചതിനാൽ, സമർപ്പിച്ചതിനാൽ. അപ്പം നിത്യജീവനായി നിയമിക്കപ്പെട്ടു എന്നത് ഒരു ദൈവത്തിന്റെ, നമ്മൾ മുമ്പേ ഈ ആദ്യമൊക്കെ ആട്രിബ്യൂട്ട്സ് വായിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനമല്ല. അതൊരു മോറൽ വില്ലാണ്, സ്വതന്ത്ര ഇച്ഛയിലാണ്. റിലേഷൻഷിപ്പ് സോവറൻ വില്ലിലൂടെ ഒരിക്കലും നടക്കത്തില്ല. റിലേഷൻഷിപ്പ് നടക്കുന്നത് ദൈവത്തിന്റെ മോറൽ വില്ലിലൂടെയാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നിയമിക്കപ്പെടാത്തത്, നിങ്ങളെ നിയമിക്കാഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാഞ്ഞതെന്ന് പറയണമായിരുന്നു മുകളിൽ. അങ്ങനെയല്ല പറഞ്ഞു, നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. താഴെയോ, അപ്പോൾ അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു, അവർ ആ വചനം കേട്ടു, ആ നാട്ടിലെങ്ങും ദൈവവചനം വ്യാപരിച്ചു, അവർ വചനം കേട്ട് വിശ്വസിച്ചു. ഇവർ വചനം കേട്ട് വിശ്വസിക്കുന്നുള്ളൂ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞതുകൊണ്ട് അവരെ അവിടെ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ അവരെ നിയമിച്ചു. പക്ഷെ പൗലോസ് അവരോട് ദൈവവചനം പറയണം. അതുകൊണ്ട് കൊരിന്തിൽ കുറെ പേരുണ്ടെന്ന് കർത്താവ് പറഞ്ഞു, പക്ഷെ ആരാന്നറിയില്ല. നേരത്തെ കർത്താവിനറിയാം, പക്ഷെ നീ അവിടെ 1.5 വർഷം ദൈവവചനം പ്രസംഗിച്ചിട്ട് അവർ സ്വന്തം ഇഷ്ടത്തിൽ. അപ്പോൾ മുൻ നിയമിച്ചവർ വിശ്വസിച്ചിരിക്കുമോ? മുൻ നിയമിച്ചവർ വിശ്വസിച്ചിരിക്കുമെന്ന് തന്നെയാണ് ബൈബിളിലെ അതിന്റെ അർത്ഥവാദം.
മുൻ നിയമിച്ചിട്ട് വിശ്വസിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലോ, സുവിശേഷം പറയണ്ടല്ലോ. അത് രണ്ടും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നീട്. ഓക്കെ, ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. വേറെ ഒന്ന് രണ്ട് വചനങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഈ 2 തെസ്സലോനിക്കർ 2:13 ഈ ഇത്രയും വേദഭാഗങ്ങൾ എടുക്കുന്നത് എല്ലാ പെർസ്പെക്റ്റീവും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തതുകൊണ്ട്. ദൈവം ആദ്യം മുതൽ തെരഞ്ഞെടുത്തു. പക്ഷെ എങ്ങനെയാണ്? അവിടെ എഴുതിയിട്ടുണ്ട് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ബിലീഫ് ഓഫ് ദ ട്രൂത്ത്. അപ്പം സത്യത്തിന്റെ വിശ്വാസത്തിൽ, എന്താണ് സത്യം? സുവിശേഷം, ക്രിസ്തു. ആ സുവിശേഷത്തിന്റെ സത്യത്തെ വിശ്വസിക്കുകയായാലും അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന ഒരു കാര്യം നടന്നു. ആ നടന്നതാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ സമയത്തിന്റെ അകത്ത് സുവിശേഷം കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ സത്യത്തിൽ വിശ്വസിച്ച് ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടും എന്നത് കർത്താവ് ആദ്യം മുതൽ അറിഞ്ഞ് നിങ്ങളെ രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. അപ്പൊ രക്ഷയ്ക്കായി വെറുതെ അങ്ങ് തെരഞ്ഞെടുക്കുകയല്ല. കുറെ പേരെ രക്ഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വം അവിടെ ഉണ്ട്. അവർ വിശ്വസിച്ചു സത്യത്തെ. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വവും സുവിശേഷത്തോടുള്ള നിങ്ങളുടെ പ്രതികരണവും മാറ്റിക്കളഞ്ഞുകൊണ്ടോ ബൈപ്പാസ് ചെയ്തുകൊണ്ടോ കുറെ പേരെ തെരഞ്ഞെടുക്കുകയല്ല. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് ചെയ്തിരിക്കും? വിശ്വസിച്ചിരിക്കും. പക്ഷെ നമുക്കറിയില്ലത് ആരാ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ചില വേദഭാഗങ്ങളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവരെ മുന്നറിഞ്ഞു, ഞാൻ അവരെ മുൻ നിയമിച്ചു. പക്ഷേ ഇതിൻ്റെ അകത്ത് ദൈവം വേദവസ്തു വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്ന 2 സ്ഥലത്ത് എഴുതിയ വാക്യ. ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ഒന്നാമത് എഴുതിയിരിക്കുന്ന കൊർന്നല്യോസിന്റെ വീട്ടിൽ അവന്റെ ലൈഫിൽ മാനസാന്തരം നടന്നപ്പോഴാണ്. ജാതീയനായ കൊർന്നല്യോസ് രക്ഷിക്കപ്പെടുമ്പോൾ പൗലോസ് പറയുക, ദൈവത്തിന് മുഖപക്ഷമില്ല, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. അല്ലെ, ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ഈ കൊർന്നല്യോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന ഭാഗം, അതായത് ഏത് ജാതിയിൽപ്പെട്ടവനും കർത്താവിനെ വിശ്വസിക്കണം എന്നുള്ള ദൈവവചനം. അതിന്റെ 35, അപ്പോസ്തലപ്രവൃത്തി 10:35. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. 34, അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. കുറെ പേരെ ഓൾറെഡി പ്രീ ഡെസ്റ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നവരുടെ തീരുമാനത്തെ കണ്ടിട്ടാണ് അവൻ, ആ മുന്നറിവിലാണ് എന്ന തിരുവചനത്തിന്റെ പഠിപ്പിക്കലിന് വിപരീതമായി ദൈവത്തിന്റെ സോവറൻ അധികാരത്തിൽ തെരഞ്ഞെടുത്ത് വെക്കുന്നുവെങ്കിൽ ദൈവത്തിന് മുഖപക്ഷം ഉണ്ടെന്നാവും. കാരണം യേശുക്രിസ്തു മരിച്ചത് എല്ലാവർക്കും. അതുകൊണ്ട് ദൈവത്തിന് കുറെ പേരെ തന്റെ സ്വന്തം ഇഷ്ടത്തിൽ തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ, അത് മറ്റൊരു സബ്ജക്റ്റ്. ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും രക്ഷ തുറന്നു കിടക്കുക. ഏത് ജാതിയിലും പെട്ട് ദൈവത്തെ ഭയപ്പെടുന്നവന് ദൈവം മുഖപക്ഷം കൂടാതെ തന്നെ രക്ഷ കൊടുക്കുന്നു. അപ്പൊ രക്ഷ അൺകണ്ടീഷണലാണ്, അല്ല, രക്ഷ കണ്ടീഷണലാണ്. രക്ഷ ദൈവം തന്റെ സ്വന്തം ഇഷ്ടത്തിൽ കുറെ പേർക്ക് കൊടുക്കുന്നു, അല്ല, രക്ഷിക്കപ്പെടുന്നത് ആരാണെന്ന് മുന്നറിഞ്ഞിട്ട് അവരെ കർത്താവ് നിയമിക്കുന്നു. അപ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. ലാസ്റ്റ് വചനം ഇനിയും നമ്മളെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വേദഭാഗം. എല്ലാവർക്കും അല്ല, ദൈവനം പഠിക്കുന്നവർക്കെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. റോമാലേഖനം 2-ാം അധ്യായമാണ്. റോമാലേഖനം 2-ാം അധ്യായത്തിലും മുഖപക്ഷമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2:4, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവരുടെ ഐശ്വര്യം നിരസിക്കുന്നു. ദൈവത്തിന്റെ ദയയാണ് ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഒരാൾക്ക് സ്വന്തമായിട്ട് മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല. അതും പിന്നീടുള്ള ക്ലാസ് വരും. മാനസാന്തരം ദൈവം തരുന്നതാണോ, ഞാൻ ഉളവാക്കുന്നതാണോ? ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നയിക്കണം. അപ്പം മാനസാന്തരപ്പെടുത്തത്തില്ല ദൈവത്തിന്റെ ദയ, അതിലേക്ക് നയിക്കും, നിന്നെ നടത്തും.
അതിനെ ഇഗ്നോർ ചെയ്യുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യാം. ഓക്കെ, അടുത്തത്, നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ദൈവം കുറച്ചുപേരുടെ ഹൃദയത്തെ അങ്ങ് കഠിനപ്പെടുത്തി. നീ നരകത്തിൽ. കുറെ പേരുടെ ഹൃദയത്തെ കർത്താവ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഓൾറെഡി തീരുമാനിച്ചു വെച്ച് അവരെ സ്വർഗത്തിലേക്കല്ല, നിന്റെ കാഠിന്യത്താൽ. ദൈവം കഠിനപ്പെടുത്തുകയല്ല, നിന്റെ കാഠിന്യത്താൽ. അപ്പം ആരും നരകത്തിൽ പോകുന്നില്ല, ദൈവത്തിന്റെ തീരുമാനമുണ്ട്. നാം ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ആരെയും റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആരും നരകത്തിൽ പോകുന്നില്ല. ദൈവത്തെ നാം റിജക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നാം നരകത്തിൽ പോകുന്നുള്ളൂ. ദൈവം ആരെയും റിജക്റ്റ് ചെയ്തിട്ട് ഒരാളും നരകത്തിൽ പോകത്തില്ല. നാം ദൈവത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നരകത്തിൽ പോകത്തുള്ളൂ. ഇത് രക്ഷാപദ്ധതിയുടെ ഒരടിസ്ഥാനപരമായ ഉപദേശമാണ്. അപ്പം ദൈവം ചിലരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നു. നമുക്ക് ഫറവോനെ കഠിനപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. മുന്നോട്ടുള്ള ക്ലാസ്സിൽ അതെല്ലാം വരും. നീ ആ കഠിനപ്പെടുത്തി, നിന്റെ കാഠിന്യത്താലും. മാനസാന്തരത്തിനുള്ള കൃപ ദൈവം തന്നു, പക്ഷെ നീ കഠിനപ്പെടുത്തി അനുതാപമില്ല ഹൃദയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിന്നെ തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അപ്പം നരകത്തിലേക്ക് സ്വയം അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിന് കാരണം അവർ അനുതാപമില്ലാത്ത ഹൃദയം. അവർക്ക് അനുതാപിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കൊടുത്തു, പക്ഷെ അവർ ആ പരിശുദ്ധാത്മാവിനെ അവർ നിരസിച്ചു, തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? കഠിനപ്പെട്ടു. എന്നിട്ട് പറയണം, അവർ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കം പകരം ചെയ്യും. അപ്പോൾ ഈ ഭൂമിയിൽ ഈ ടൈമിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും അവന്റെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അവന്റെ തെരഞ്ഞെടുപ്പാനുള്ള കപ്പാസിറ്റി ഓഫ് ചോയ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ദൈവം അവർക്കായി കാത്തിരിക്കുന്നു ടൈമിൽ. പക്ഷെ നിത്യതയിൽ കർത്താവ് എല്ലാം കണ്ടതുകൊണ്ട് ആരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് കർത്താവ് ആരൊക്കെ നരകത്തിൽ പോകുന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അത് പ്രീഡെസ്റ്റൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഈ അർത്ഥത്തിൽ പ്രീഡെസ്റ്റൈൻഡ്. എങ്ങനെ? അവർ സ്വയം കഠിനപ്പെടുമെന്നും അനുതാപമില്ലാത്ത ഹൃദയം അവർക്ക് ഉണ്ടാവുമെന്ന് ദൈവത്തിന് അറിയാം. എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും, അപ്പം മനുഷ്യന്റെ പ്രവൃത്തിക്കൊത്തോണമാണ് നരകവും സ്വർഗവും, അല്ലാതെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചുകൊണ്ടല്ല. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇത് രണ്ടും വ്യക്തിപരമായ തീരുമാനമാ. ദൈവം ലോകസ്ഥാപനം മുമ്പ് ഇങ്ങനെ രണ്ടു കൂട്ടരെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടില്ല. എന്നാൽ ഒരു നിർണയമുണ്ട് ദൈവത്തിന്. ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഏത് നിലയിൽ? നിങ്ങൾ ഏത് നിലയിൽ സുവിശേഷത്തിൽ പ്രതികരിക്കുമെന്നുള്ള തലത്തിൽ. ഓക്കെ, ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൽ ക്ഷമിക്കണം. 11-ാമത്തെ വാക്യം ഈ കാര്യം പറഞ്ഞിട്ട് അവസാനം പറയാം. ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പൊ സുവിശേഷത്തിൽ ദൈവം മുഖപക്ഷം കാണിക്കുന്നില്ല. ഇനി ഒരു ഉദാഹരണം കൂടെ, ലാസ്റ്റ്. ഒരു ഫുട്ബോൾ കളി, അത് കളി കഴിഞ്ഞു. ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള മത്സരം. ബ്രസീൽ 4-0 അർജന്റീനയെ തോൽപ്പിച്ചു. നിങ്ങൾ പിറ്റേ ദിവസം അതിന്റെ ഹൈലൈറ്റ്സ് കാണുകയാണ്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു ബ്രസീൽ അർജന്റീനയെ തോൽപ്പിച്ചത്, പക്ഷെ നിങ്ങൾ കളി കണ്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഹൈലൈറ്റ്സ് കാണുക എന്ന് വിചാരിക്കും. നിങ്ങൾ ഹൈലൈറ്റ്സ് കാണുമ്പോൾ ഓൾറെഡി റിസൾട്ട് ഡിറ്റർമൈൻഡ് ആണ്. അത് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. എന്താണ് റിസൾട്ട്? ബ്രസീൽ അർജന്റീനയെ തോൽപ്പിച്ചു. എത്ര ഗോളിന്? 4-0. പക്ഷെ നിങ്ങൾ ആ ഹൈലൈറ്റ്സ് കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞതുകൊണ്ടല്ല ബ്രസീൽ തോറ്റത്. ആ കളി കാണുമ്പോൾ ബ്രസീലിലെ ഓരോ പ്ലെയറും ആത്മാർത്ഥമായിട്ടാണ് കളിക്കുന്നത്. 22 കളിക്കാരും ജയിക്കാൻ വേണ്ടി അവരുടെ വ്യക്തിപരമായ തീരുമാനത്തിൽ, ഇച്ഛയിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുക. ഈ സ്വർഗത്തിലെ ദൈവം ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഹൈലൈറ്റ്സ് പോലെയാണ് കാണുന്നത്. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ദൈവത്തിന്. പക്ഷെ ടൈമിൽ അത് ഒരു ഹൈലൈറ്റ്സ് പോലെ കാണുമ്പോൾ കർത്താവ് കണ്ടത് കൊണ്ടല്ല ആ സ്കോർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. ദൈവം കണ്ടതുകൊണ്ടല്ല 4-0 എന്ന സ്കോർ ഉണ്ടായത്. ഓൾറെഡി കളിച്ചതിന്റെ ഔട്ട്കമാണ് കർത്താവ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നത് കൊണ്ടല്ല ഒരാൾ ഗോൾ അടിച്ചത്, ഞാൻ അറിഞ്ഞതുകൊണ്ടല്ല ആ ടീം ജയിച്ചത്. അവർ ഓൾറെഡി അവരവരുടെ സ്വന്തം ഇച്ഛയിൽ കളിച്ച കളിയുടെ റിസൾട്ട് ഓൾറെഡി പുറത്തു വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ ഔട്ട്കം ഓൾറെഡി തീരുമാനിക്കപ്പെട്ടു. എന്നാൽ അതിന്റെ ചോയ്സ് എന്റെയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്ക് തെരഞ്ഞെടുപ്പാനുള്ള അവസരമേ ഉള്ളൂ. അതിന്റെ ഔട്ട്കം ദൈവത്തിന്റെ കൺട്രോളില്ല.
God governs the outcome. We have only to free to choose the things. ഓക്കെ, ഒന്നുകൂടെ പറയാം. ദൈവം ഒരു ഹൈലൈറ്റ്സ് കാണുന്ന പോലെയാണ് ടൈമിൽ കാര്യങ്ങൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി സംഭവിച്ചതിന്റെ ദൃശ്യാവിഷ്കരണം, അത് പ്രായോഗികമായി സംഭവിക്കുന്നു. പക്ഷെ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. താൻ കണ്ടതുകൊണ്ടല്ല ഒരു ടീം ഗോൾ അടിക്കുന്നത്, അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ കൊണ്ടാണ്, കളി കൊണ്ടാണ് അവർ ഗോൾ അടിക്കുന്നത്. പക്ഷേ ആരായിരിക്കും ഗോൾ അടിക്കുന്നത്, ആരായിരിക്കും ജയിക്കുമെന്നത് അവൻ ഓൾറെഡി ഒരു ഹൈലൈറ്റ്സ് പോലെ അവൻ മുന്നമേ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നറിവിൽ ദൈവം തെറ്റുകാരനുമല്ല. ഒരാൾ നരകത്തിൽ പോകുന്നതിന്റെ ഉത്തരവാദിത്വം അവനാണ്. ഒരാളെ കർത്താവ് രക്ഷിക്കുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ കാരണം രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ഞാൻ അതിനെ സ്വീകരിച്ചു എന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വമാണ്. ഈ നിലയിൽ മുന്നറിവും മുൻനിർണയവും വേദോസം പഠിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള മറ്റു ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.